രമാകാന്ത് ഒരു ഡാബ ഓണറായിരുന്നു. അയാളുടെ ഡാബ ഹൈവേയിലുമായിരുന്നു. അതുകൊണ്ട് അവിടെ കസ്റ്റമേഴ്സിന്റെ ഒരു കൂട്ടം തന്നെ എപ്പോഴും ഉണ്ടായിരുന്നു. ചേട്ടാ, ഒരു ചോളപ്പൂരി, ഒരു പുലാവ്, ഒരു ദാൽ കിച്ചടി, കുറച്ച് വേഗം തരൂ. ആ ശരി ശരി, നിങ്ങൾ ഇരിക്കൂ. രമാകാന്ത് അദ്ദേഹത്തിന്റെ ഡാബയിൽ ഒരുപാട് സമയം ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ രാത്രി ഒരുപാട് ലേറ്റായി വീട്ടിൽ പോയപ്പോൾ അയാളുടെ മകൾ നീലിമ അയാൾക്കു വേണ്ടി കാത്തുനിന്നു. മോൾ ഇപ്പോഴും ഉറങ്ങിയില്ലേ? അച്ഛാ, അച്ഛൻ കഴിക്കുന്നതിന് മുൻപ് ഞാൻ എന്നെങ്കിലും ഉറങ്ങിയിട്ടുണ്ടോ? പറയേ. ഇതുവരെ അങ്ങനെയല്ല, ഇനി സംഭവിക്കാമല്ലോ. അതെന്താ അച്ഛാ? എന്തുകൊണ്ടെന്നാൽ ഞാൻ നിന്റെ വിവാഹത്തിനു വേണ്ടി ചെക്കനെ ആലോചിച്ചു. എന്താ അച്ഛാ, എനിക്ക് കല്യാണം ഒന്നും കഴിക്കണ്ട. എല്ലാ പെൺകുട്ടികളും ഇങ്ങനെ തന്നെയാ പറയുന്നത്. എന്നാൽ അമ്മായി അമ്മയുടെ വീട്ടിൽ പോയതും അവരുടെ അമ്മയും അച്ഛനെയും അങ്ങ് മറന്നു കളയും. അവരങ്ങനെ ചെയ്യുമായിരിക്കും, പക്ഷേ ഞാൻ അങ്ങനെയല്ല. അച്ഛാ, നമ്മളുടെ കൂടെ നിൽക്കുന്നത് പോലെ ഒരു പയ്യനെ അച്ഛൻ എനിക്ക് വേണ്ടി നോക്കിക്കൂടെ? നിങ്ങളുടെ മകളുടെ ആഗ്രഹം കണ്ടോ? ഇവിടെ നോക്കുമോളെ, നീ ഏതെങ്കിലും ഒരു വീട്ടിൽ പോയേ പറ്റൂ. അതല്ലേ നാട്ടുനടപ്പ്. അപ്പോൾ അച്ഛൻ എന്നെ അച്ഛനിൽ നിന്ന് അകറ്റാൻ പോവുകയാണോ? അങ്ങനെയൊന്നുമില്ല. എന്നാൽ നിന്നെ വിവാഹം കഴിച്ച് അയച്ചല്ലേ പറ്റൂ. ഞാൻ നിനക്ക് എങ്ങനെയുള്ള ചെക്കനെയാണ് അന്വേഷിക്കുന്നതെന്ന് അറിയാമോ? അവൻ നിന്നെ നോക്കുമ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഓർമ്മകൾ നിനക്ക് വരാൻ പാടില്ല. അച്ഛനും തുടങ്ങിയോ? അയ്യോ, രണ്ടുപേരും സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ കഴിക്കാൻ വരൂ. നേരം രാത്രിയായി. ശരി. രമാകാന്ത് അദ്ദേഹത്തിന്റെ മകളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അയാളുടെ മകൾ മറ്റൊരു വീട്ടിലേക്ക് വിവാഹം കഴിഞ്ഞു പോകും. അതുകൊണ്ട് ഇപ്പോൾ രമാകാന്ത് വീണ്ടും ഒരുപാട് സമയം ഡാബയിൽ ജോലി ചെയ്തുകൊണ്ട് നിന്നു. എന്തു പറ്റി മുതലാളി? ഇന്ന് ഇത്ര സമയമായല്ലോ, എന്നാൽ ഡാബ അടയ്ക്കുന്നതേയില്ല. സമയമൊക്കെ ആയി, എന്നാൽ ഇനിയും കസ്റ്റമേഴ്സ് വരുമോ എന്ന് ഞാൻ നോക്കുക. എന്റെ മകളുടെ കല്യാണത്തിനു വേണ്ടി പണമുണ്ടാക്കണ്ടേ? ശരി മുതലാളി, മുതലാളിയുടെ മകളുടെ കല്യാണം നമുക്ക് ഗ്രാൻഡായി നടത്താം. ഉറപ്പായും. രമാകാന്തിന്റെ ജോലിക്കാരും അയാളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അവരും അവിടെ ഓവർ ടൈം ജോലി ചെയ്തു. ഒരു മാസത്തിന് ശേഷം നീലിമയെ കാണാൻ പയ്യന്റെ വീട്ടിൽ നിന്നും ആൾക്കാർ വന്നു. അവർക്ക് നീലിമയെ ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്തു. 2 മാസങ്ങൾക്ക് ശേഷം ഒരു നല്ല മുഹൂർത്തമുണ്ട്. ഇവരുടെ വിവാഹം നമുക്ക് അന്ന് വെച്ചാലോ? ശരി സ്വാമിജി. നീലിമയുടെ കല്യാണം ഉറപ്പിച്ചതിൽ എല്ലാവരും ഒരുപാട് സന്തോഷിച്ചു. രമാകാന്ത് എല്ലാ വശങ്ങളിൽ നിന്നും പണം സംഭരിച്ചുകൊണ്ടേയിരുന്നു. തന്റെ മകളുടെ കല്യാണത്തിന് ഒരു കുറവും വരുത്തരുതെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. എന്നാൽ ഒരു ദിവസം അദ്ദേഹം ഒരുപാട് ധൃതിയിൽ ഹൈവേ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു ട്രക്ക് വന്ന് ഇടിച്ചു. അദ്ദേഹം അവിടെ തന്നെ മരിക്കുകയും ചെയ്തു. ഏത് വീട്ടിലാണോ കല്യാണം നടക്കേണ്ടത്, ഇപ്പോൾ ആ വീട്ടിൽ മരണം സംഭവിച്ചു. വീടിന്റെ ഗ്രഹനാഥൻ തന്നെ മരിച്ചു. ഇപ്പോൾ സരിതയ്ക്കും നീലമിക്കും ആരുമില്ല. കുറച്ചു നാളുകൾക്ക് ശേഷം കിഷോർ രമാകാന്തിന്റെ വീട്ടിലേക്ക് വന്നു. ആ പെങ്ങള്, നിങ്ങളുടെ ഭർത്താവ് എന്റെ കയ്യിൽ നിന്നും 2 ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നു. മകളുടെ കല്യാണത്തിന് വേണ്ടി. കല്യാണം കഴിയുമ്പോൾ തരാമെന്ന് പറഞ്ഞു. എന്നാൽ അദ്ദേഹം ഇപ്പോൾ ഇല്ലല്ലോ. അപ്പോൾ എന്റെ പണം ആര് തിരിച്ചു തരും? ചേട്ടാ, അദ്ദേഹം ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല. അതൊന്നും എനിക്കറിയണ്ട. നിങ്ങൾ പറയൂ, എന്റെ പണം ആര് തിരിച്ചു തരുമെന്ന്. ഞാൻ തിരിച്ചു തരാം. എന്റെ അച്ഛന്റെ എല്ലാ കടവും ഞാൻ തീർക്കാം. നിങ്ങൾ എനിക്ക് വെറും 6 മാസം സമയം തന്നാൽ മതി. ശരി, എന്നാൽ ഞാൻ 6 മാസം കഴിയുമ്പോൾ തിരിച്ചു വരും. എന്നാൽ അതിനുള്ളിൽ പണം റെഡിയാക്കി വെച്ചോളൂ. സരിത തലയിൽ കൈവച്ച് ഇരുന്നു. അമ്മേ, അമ്മ വിഷമിക്കണ്ട, എല്ലാം ശരിയാകും. എന്നാൽ ഈ കടമെല്ലാം നമ്മൾ എങ്ങനെ തീർക്കും? ജോലി ചെയ്യും. ഞാൻ അച്ഛന്റെ ഡാബ നടത്താം. എന്നാൽ മോളെ, നീ എങ്ങനെ ഇതൊക്കെ ചെയ്യാനാ? ചെയ്യും അമ്മേ. അച്ഛൻ എന്റെ ഒപ്പം തന്നെയുണ്ട്. അങ്ങനെ നീലിമ അടുത്ത ദിവസം തന്നെ ഡാബയിലേക്ക് പോയി. മുത്തശ്ശ, ഇനി മുതൽ ഞാൻ ഡാബ നടത്താം. ശരി മോളെ. മോളുടെ അച്ഛൻ ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും മോളുടെ കൂടെ ഉണ്ട്. നിങ്ങളിൽ നിന്ന് ഇതാണ് പ്രതീക്ഷിക്കുന്നത്. ഡാബയിൽ വണ്ടികൾ നിൽക്കാൻ തുടങ്ങി. ജനങ്ങൾ കഴിക്കാനും വന്നുകൊണ്ടിരുന്നു.
നീലിമ എല്ലാവരുടെയും ഓർഡറും പിന്നെ പണവും വാങ്ങിയിരുന്നു. അവൾ പകൽ മുതൽ രാത്രി വരെ ഡാബ നോക്കി നടത്തി. ഡാബ അടയ്ക്കുന്ന സമയം നീലിമ പണം എത്ര കിട്ടിയെന്ന് നോക്കി. ഇന്ന് വെറും 3000 രൂപയേ കിട്ടിയുള്ളൂ. 1500 രൂപയേ ഉള്ളൂ ലാഭം. ഇങ്ങനെ തന്നെ പോയാൽ ഞാൻ കിഷോർ അമ്മാവന്റെ കടം എങ്ങനെ തീർക്കും? ദൈവമേ, എന്നെ സഹായിക്കൂ. ഇങ്ങനെ കുറെ നാളുകളായി നീലിമ കഷ്ടപ്പെട്ട് ജോലി നോക്കിക്കൊണ്ടേ നിന്നു. എന്നാൽ അവൾ സമ്പാദിക്കുന്ന ലാഭം വളരെ കുറവായിരുന്നു. അവളിപ്പോൾ ഒട്ടും സന്തോഷത്തിലേയല്ല. ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം എല്ലാ ജോലിക്കാരും പുറപ്പെട്ടു പോയി. അപ്പോൾ നീലിമ ഡാബ ക്ലോസ് ചെയ്യാനും തുടങ്ങി. അപ്പോഴാണ് ഒരു വൃദ്ധനായ ഗുരു നീലിമയുടെ അടുത്തേക്ക് വന്നത്. നോക്കൂ മോളെ, ഞാൻ 2 ദിവസമായി പട്ടിണിയാണ്. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാമോ? വരൂ, ഇരിക്കൂ. എന്നാൽ മോളെ, നിനക്ക് തരാനായി എന്റെ കയ്യിൽ പണമൊന്നുമില്ല. കുഴപ്പമില്ല. നീലിമ കിച്ചണിലേക്ക് പോയി. അവിടെ മെഴുക്കുവരട്ടിയുണ്ടായിരുന്നു, എന്നാൽ റൊട്ടിയില്ല. അവിടെ റൊട്ടിയുണ്ടാക്കാനുള്ള മാവുള്ളത് നീലിമ കണ്ടു. അവൾ ഉടനെ അടുപ്പ് കത്തിച്ച് ഒരു കലത്തിൽ 2 റൊട്ടികൾ ഉണ്ടാക്കിയെടുത്തു. പിന്നെ മെഴുക്കുവരട്ടിയോടൊപ്പം അവൾ ഉണ്ടാക്കിയ റൊട്ടികൾ ആ ഗുരുവിന് വിളമ്പിക്കൊടുത്തു. ഗുരു ഒരുപാട് വിശപ്പിലായിരുന്നു. ഭക്ഷണം കണ്ടതും അദ്ദേഹം കഴിക്കാൻ തുടങ്ങി. കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തന്റെ കൈകളും കഴുകി. ഒരുപാട് നന്ദി മോളെ. നീ ഇന്ന് ഒരു ദരിദ്രന്റെ വയറ് നിറച്ചു. ദൈവം എപ്പോഴും നിന്നെ നന്നായി നോക്കും. ദൈവത്തിനോട് ഞാൻ ഉറപ്പായും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എനിക്ക് വേണ്ടി വേണ്ട, എന്റെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാമോ? അദ്ദേഹം ഈ ലോകത്തിലില്ല. കുറച്ചു നേരത്തിനുള്ളിൽ ആ ഗുരു നീലിമയുടെ ഭൂതകാലത്തെക്കുറിച്ച് മനസ്സിലാക്കിയെടുത്തു. നീ യഥാർത്ഥത്തിൽ വളരെ നല്ലൊരു കുട്ടിയാണ്. നിന്റെ ഈ പോരാട്ടത്തിൽ ഉറപ്പായും ഞാൻ നിന്നെ സഹായിക്കാം. ഏതു പാത്രത്തിൽ നീ ഈ റൊട്ടി ഉണ്ടാക്കിയോ ആ പാത്രം ഇന്നു മുതൽ ഒരു മാന്ത്രിക പാത്രമായി മാറും. ആരൊക്കെ നീ ആ പാത്രം കൊണ്ടുണ്ടാക്കി കൊടുത്ത റൊട്ടി കഴിക്കുന്നു അവർ ഉറപ്പായും മറ്റൊരു റൊട്ടി കൂടെ കഴിക്കാതെ പോവുകയേയില്ല. അതിലൂടെ നിനക്ക് ഉറപ്പായും പല മടങ്ങ് പണവും സമ്പാദിക്കാൻ കഴിയും. ആ ഗുരു നീലിമയ്ക്ക് ആശീർവാദവും നൽകി അവിടെ നിന്നും പുറപ്പെട്ടു പോയി. അങ്ങനെ നീലിമ ഡാബയും ക്ലോസ് ചെയ്ത് വീട്ടിലേക്കും പോയി. അടുത്ത ദിവസം നീലിമ ഡാബ തുറന്നു. എപ്പോഴത്തെയും പോലെ കസ്റ്റമേഴ്സും വന്നു. ഒരു കസ്റ്റമർ കലം കൊണ്ടുള്ള റൊട്ടി ഓർഡർ ചെയ്തു. ഒരു കലം റൊട്ടി കൂടി. അയാൾ രണ്ടാമത്തെ റൊട്ടിയും കഴിച്ചു. ഒരെണ്ണം കൂടി താമോളെ. അയ്യോ, എന്താ നീ മൂന്നാമത്തെ കലം റൊട്ടിയാ ചോദിക്കുന്നത്? എന്ത് ചെയ്യാനാ, ഇതുവരെ ഞാൻ ഇത്രയും രുചിയുള്ള കലം റൊട്ടി കഴിച്ചിട്ടേയില്ല. നീയും കഴിച്ചു നോക്ക്. പിന്നെ എന്താ, ആരൊക്കെ കലം കൊണ്ടുള്ള റൊട്ടി ഓർഡർ ചെയ്തോ അവർ വീണ്ടും വീണ്ടും ഓർഡർ ചെയ്തുകൊണ്ടേയിരുന്നു. ദിവസം മുഴുവനും കലം കൊണ്ടുള്ള റൊട്ടി ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. രാത്രിയായപ്പോൾ നീലിമ പണം എത്ര വന്നെന്ന് നോക്കിയപ്പോൾ അവൾ ഷോക്കായിപ്പോയി. ഒരു ദിവസം കൊണ്ട് അവളുടെ ലാഭം 10 മടങ്ങായി മാറി. ഇന്നത്തെ ലാഭം 15000 രൂപയോ? അവൾ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി തന്റെ അമ്മയോട് എല്ലാ കാര്യവും പറഞ്ഞു. മോളെ, ഇതെങ്ങനെ സാധിച്ചു? അമ്മേ, ഇതെല്ലാം ആ ഗുരുവിന്റെ ആശീർവാദമാ. അദ്ദേഹത്തിന്റെ ആശീർവാദത്താൽ ആ കലം മാന്ത്രിക കലമായി മാറി. ഇനി അച്ഛന്റെ കടമെല്ലാം നമുക്ക് വേഗം അടയ്ക്കാം. ദൈവത്തിന് 1000 നന്ദി. നീലിമ ഇപ്പോൾ സന്തോഷത്തിലാണ്. അവൾ ഡാബയിൽ വളരെ സന്തോഷത്തോടെ ജോലി ചെയ്തു. ഒരു മാസത്തിന് ശേഷം കിഷോർ നീലിമയുടെ ഡാബയിലേക്ക് വന്നു. നോക്കുമോളെ, നിനക്ക് ഓർമ്മയില്ലേ? 1 മാസം ഇപ്പോൾ കഴിഞ്ഞു. ആ, ഓർമ്മയുണ്ട്. നീലിമ ടേബിളിൽ നിന്ന് 2 ലക്ഷം രൂപയെടുത്ത് അത് കിഷോറിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇതാ നിങ്ങളുടെ പണം. ഇത്ര പെട്ടെന്നോ? മോളെ, ഇത്രയും പണം നീ എങ്ങനെ ഇത്ര വേഗം റെഡിയാക്കി? ദൈവത്തിന്റെ കൃപ കൊണ്ട്. നീലിമ കിഷോറിന്റെ ചെവിയിൽ അവളുടെ മാന്ത്രിക കലത്തിനെ കുറിച്ച് പറഞ്ഞു. അന്നു മുതൽ കച്ചവടം നന്നായി നടക്കുന്നുണ്ട്. വരുമാനവും കൂടിയിട്ടുണ്ട്. നല്ല കാര്യം. ഇനി വരുന്ന കാലം മോള് നന്നായി ജീവിക്കേ. എന്റെ ആശീർവാദം എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. കിഷോർ നീലിമയെ ആശീർവദിച്ച് അവിടെ നിന്നും പോയി. എന്നാൽ അയാളുടെ മനസ്സിൽ അസൂയയുണ്ടായിരുന്നു. രാത്രി ഡാബ ക്ലോസ് ആയതിനു ശേഷം കിഷോർ ആ മാന്ത്രിക കലം കൈക്കലാക്കാൻ വേണ്ടി ഡാബയിലേക്ക് വന്നു. എന്നാൽ കിഷോർ ആ കലത്തിൽ തൊട്ട ഉടനെ കലം ചൂടാകാനായി തുടങ്ങി. ആ കലം അപ്പോൾ എത്ര ചൂടായെന്നാൽ അത് ചുമന്ന നിറത്തിലും മാറി. ഇതിൽ കിഷോറിന്റെ കൈയും പൊള്ളി. എന്റെ കയ്യ്, അയ്യോ എന്റെ കയ്യ്. കിഷോറിന് അവന്റെ അത്യാഗ്രഹത്തിനുള്ള ശിക്ഷ കിട്ടി.
അവന് ആ മാന്ത്രിക റൊട്ടി കലവും കിട്ടിയില്ല. അതോടൊപ്പം അയാളുടെ കൈകളും പൊള്ളിപ്പോയി. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അത്യാഗ്രഹപ്പെടാനേ പാടില്ല. ഗൗരവ് റെയിൽവേ സ്റ്റേഷനടുത്ത് ഗോപി ആലു പറാത്ത തയ്യാറാക്കിക്കൊണ്ട് വിറ്റുകൊണ്ടിരുന്നു. വരൂ വരൂ, ചൂടുള്ള ഗോപി ആലു പൊറോട്ട കഴിക്കൂ. ഗൗരവിന്റെ വീട്ടിൽ അവന്റെ അമ്മ, ഭാര്യ, പിന്നെ അവന്റെ മകളും ഉണ്ടായിരുന്നു. ഗൗരവ് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കും. എന്നാലും അദ്ദേഹത്തിന് കഷ്ടപ്പാടിൽ നിന്ന് പുറത്തു വരാൻ സാധിച്ചില്ല. നോക്കൂ, ഗോപി ആലു പറാത്ത ചെയ്യാൻ ഒരുപാട് ചിലവാകുന്നുണ്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ സാധാ പറാത്ത വിറ്റ് നോക്കൂ. അതുകൊണ്ട് നമുക്ക് ചിലവും കുറയും, നമ്മുടെ ലാഭവും കൂടും. ഇല്ല, ഞാനങ്ങനെ ചെയ്യില്ല. സാധാരണ പൊറോട്ട ആർക്കും ഇഷ്ടമല്ലെന്നേ. അച്ഛൻ ഗോപി ആലു പൊറോട്ടയാണ് ചെയ്തു വിറ്റിരുന്നത്. അതുകൊണ്ട് ഞാനും ഇത് തന്നെ ചെയ്യും. ഗൗരവിന് പലതരം കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അവർക്ക് പലതരം ഡിമാൻഡ്സും ഉണ്ടായിരുന്നു. ചേട്ടാ, പൊറോട്ട മാത്രമല്ല ഗോപി ആലുവും കുറച്ച് തരൂ. പിന്നെ എനിക്ക് പൊറോട്ടയുടെ കൂടെ പച്ചക്കറി വേണം. എനിക്ക് പൊറോട്ടയുടെ കൂടെ അച്ചാറ് തരണം. എനിക്ക് പൊറോട്ടയുടെ കൂടെ തൈര് വേണം. ഗൗരവിന് ചില സമയത്ത് തന്റെ കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡ്സ് കേട്ട് മടുത്തു പോകും. പൊറോട്ടയുടെ കൂടെ നിങ്ങൾക്ക് പച്ചക്കറി വേണമെങ്കിൽ നിങ്ങൾ പ്രത്യേകം പണം തരണം. എനിക്ക് പ്രത്യേകിച്ചൊന്നും തരാൻ പറ്റില്ല. കണ്ടോ കണ്ടോ, ഈ ഗൗരവ് പച്ചക്കറിക്ക് പ്രത്യേകം പൈസ ചോദിക്കുന്നു. വരൂ വരൂ, നമുക്ക് ആർക്കും ഈ കടയിൽ നിന്ന് കഴിക്കണ്ട. അയ്യോ, ഒരു നിമിഷം, നിങ്ങൾ എവിടെ പോകുന്നു? ഒന്ന് നിൽക്കൂ. ഒരു ദിവസം ഗൗരവ് വളരെ വിഷമിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. എന്തു പറ്റി? ഇപ്പോൾ കസ്റ്റമേഴ്സ് വരുന്നത് കുറഞ്ഞുകൊണ്ടേ വരുന്നു. ജനങ്ങൾക്ക് പണം തരാനും താല്പര്യമില്ല. എന്നാൽ തൈര്, അച്ചാറ്, പച്ചക്കറി ഇതെല്ലാം ചോദിക്കുന്നു. വരൂ, നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. അപ്പൊ ഒന്ന് റിഫ്രഷ് ആകും. നമ്മുടെ അടുത്ത് ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോകാനുള്ള പണമൊന്നുമില്ല. അതുകൊണ്ട് നിന്റെ വീട്ടിലേക്ക് നമുക്ക് പോകാം. ഗൗരവ് ചുറ്റിക്കാണാൻ അമ്മായിമ്മയുടെ വീട്ടിൽ ചെന്നു. അതൊരു ഗ്രാമമാണ്. വഴിയിൽ ഗൗരവനും ഗൗരവന്റെ ഭാര്യയ്ക്കും വളരെ ദാഹിച്ചു. അവർക്ക് എവിടെ നിന്നോ വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം കേട്ടു. ഈ അരുവിയുടെ ശബ്ദം കിഴക്ക് ദിശയിൽ നിന്നാ വരുന്നത്. ഗൗരവും അവന്റെ ഭാര്യയും കിഴക്ക് ഭാഗത്തിലേക്ക് പോയി. അവർ കുറച്ചകലെ വെള്ളച്ചാട്ടവും കണ്ടു. ഈ അരുവി കാണാൻ നല്ല രസം. ഗൗരവും അവന്റെ ഭാര്യയും വെള്ളം കുടിച്ച് അവരുടെ ദാഹം മാറ്റി. അതോടൊപ്പം കൈകാലം കഴുകി. അവരവിടെ നിന്ന് പുറപ്പെടുമ്പോൾ ആരോ വേദനയിൽ പിടയുന്ന പോലെ ശബ്ദം കേട്ടു. ഈ ശബ്ദം വെള്ളച്ചാട്ടത്തിന്റെ പുറകെ നിന്നാണ് കേൾക്കുന്നത്. അരുവിയിലേക്ക് ഒന്ന് ചാടി നോക്കണം. അപ്പോഴേ അവിടെ എന്താണുള്ളതെന്ന് മനസ്സിലാകൂ. പക്ഷെ വെള്ളച്ചാട്ടത്തിന്റെ അകത്തേക്ക് പോകുന്നത് ഒരു ആപത്തായാലോ? ഇത് എന്തെങ്കിലും ട്രാപ്പായി കൂടിയിരിക്കാം. അപ്പോഴാണ് വെള്ളച്ചാട്ടത്തിൽ നിന്ന് ശബ്ദം കേട്ടത്. ഞാൻ ഒന്നിനു വേണ്ടിയും ഇവിടെ വലവീശിയതല്ല. എന്നെ രക്ഷിക്കൂ. ഞാനൊരു സ്വാമിയാണ്. എന്നെ ഇവിടെ നിന്നും മോചിപ്പിക്കൂ. ഞാൻ ആ അരുവിക്കകത്ത് പോയി നോക്കാൻ പോകുക. ഒരുപക്ഷെ ഞാൻ അവിടെ അകപ്പെട്ടാൽ എന്നെ പോലെ ആരെങ്കിലും സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കില്ലേ? ഗൗരവ് വെള്ളച്ചാട്ടത്തിൽ ചെന്നു. അവിടെ നോക്കുമ്പോൾ ഒരു മുനിയെ മുള്ളുകൊണ്ടുള്ള തൂണിൽ കെട്ടിയിട്ടിരുന്നു. അദ്ദേഹത്തിന്റെ പുറത്തു നിന്ന് രക്തം വന്നു. നിങ്ങൾ ആരാണ്? നിങ്ങൾ എങ്ങനെ ഇവിടെ അകപ്പെട്ടു? ഞാൻ നിന്നോട് എല്ലാം പറയാം. ആദ്യം എന്നെ ഒന്ന് മോചിപ്പിക്കൂ. ഗൗരവ കെട്ടയച്ചിട്ടു. മുനി ഇപ്പോൾ മോചിതനായി. നിനക്ക് ഒരുപാട് നന്ദി. ഞാൻ ഒരു സ്വാമിയാണ്. എന്റെ അടുത്ത് ചില ശക്തികളുമുണ്ട്. മനുഷ്യരുടെ ആഗ്രഹങ്ങളെല്ലാം എനിക്ക് നിറവേറ്റാൻ കഴിയും. ജനങ്ങൾ എന്റെ ശക്തി തെറ്റായി ഉപയോഗിക്കാൻ തുടങ്ങി. ഞാൻ അവരുമായി അംഗീകരിക്കാത്തപ്പോൾ എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഇതുപോലെ അടച്ചുവെച്ചു. ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ യഥാർത്ഥത്തിൽ ശക്തി ഉണ്ടെങ്കിൽ നിങ്ങളെന്താ അതുപയോഗിച്ച് വെളിയിലേക്ക് വരാത്തത്? ഞാൻ എന്റെ ശക്തികൾ ഒരിക്കലും എനിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പാടില്ല. ശരി സ്വാമി, ഞാനെന്നാൽ പുറപ്പെടുക. എനിക്കെന്റെ അമ്മായിയമ്മ വീട്ടിലെത്തണം. ഒരുപാട് ലേറ്റായി. നീ എന്തിനാണ് വെറും കൈയോടെ പോകുന്നത്? നീ എന്നെ സഹായിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ നിന്നെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അത് ചോദിക്ക്. ഇല്ല സ്വാമി, ഞാൻ എന്റെ ജീവിതത്തിൽ കഠിനമായി അധ്വാനിച്ച് സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നു. ഗൗരവ് പറഞ്ഞത് കേട്ട് മുനി സന്തോഷിച്ചു. അവർ മനസ്സിനുള്ളിൽ ഗൗരവിനെ ആശീർവദിക്കുകയും ചെയ്തു. ഗൗരവ് അമ്മായിമ്മയുടെ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം അദ്ദേഹം വീണ്ടും തന്റെ ഗോപി ആലു പറാത്ത ബിസിനസ് തുടങ്ങി. വരൂ വരൂ, ചൂടുള്ള രുചിയുള്ള ആലു ഗോപി പൊറോട്ട കഴിക്കൂ. വരൂ വരൂ. കസ്റ്റമേഴ്സ് വീണ്ടും അവരുടെ ഡിമാൻഡുകൾ ചോദിക്കാൻ തുടങ്ങി. ഇവിടെ നോക്കൂ, പൊറോട്ടയുടെ കൂടെ പച്ചക്കറി വേണം. എന്നാൽ പച്ചക്കറിയൊന്നുമില്ല. അപ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ പറാത്തയിൽ നിന്ന് ഉപ്പേരി പുറത്തേക്ക് വന്നത്. എനിക്ക് പൊറോട്ടയോടൊപ്പം തൈര് വേണം. എന്റെ അടുത്ത് തൈരുമില്ലല്ലോ.
പക്ഷെ പെട്ടെന്ന് ആ കസ്റ്റമറിന്റെ പറാത്തയ്ക്ക് പുറത്ത് തൈരും പുറത്തു വന്നു. എനിക്ക് പൊറോട്ടയുടെ കൂടെ അച്ചാറ് വേണം. എന്നാൽ എന്റെ അടുത്ത് അച്ചാറുമില്ല. അപ്പോഴാണ് മൂന്നാമത്തെ കസ്റ്റമറിന്റെ പ്ലേറ്റിൽ നിന്ന് അച്ചാറും വന്നത്. അവിടെയുള്ളവർ ആശ്ചര്യപ്പെട്ടു നോക്കി. ഇതെന്താണിത്? ഞാൻ 3 പേർക്കും പച്ചക്കറിയും തൈരും അച്ചാറും കൊടുത്തില്ലല്ലോ. എന്നാൽ ഇതെല്ലാം ഇവരുടെ പ്ലേറ്റിൽ എങ്ങനെ വന്നു? അപ്പോഴാണ് ഗൗരവ് ഇതിനു മുന്നേ വെള്ളച്ചാട്ടത്തിനുള്ളിൽ രക്ഷിച്ച് മുനി അവിടേക്ക് വന്നത്. ഇവിടെ നോക്കൂ, 2 പൊറോട്ട തരൂ, തൈരും അച്ചാറും പച്ചക്കറിയും തരൂ. അങ്ങനെ പറഞ്ഞ് മുനി അപ്രത്യക്ഷിതപ്പെട്ടു. ഈ അത്ഭുതങ്ങളെല്ലാം ആ മുനി കാരണമാണ് സംഭവിക്കുന്നതെന്ന് ഗൗരവിന് ഇപ്പോൾ മനസ്സിലായി. ഇപ്പൊ ഗൗതമിന്റെ അടുത്തേക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് വന്നു. എല്ലാവരും പറാത്ത കഴിക്കാനാണ് വന്നത്. അവരുടെ പറാത്തയ്ക്കൊപ്പം ഉപ്പേരി, തൈര്, അച്ചാറ് എന്ത് ചോദിച്ചാലും അതാ പറാത്തയിൽ നിന്ന് പുറത്തേക്ക് വന്ന് അവരുടെ പ്ലേറ്റിലേക്ക് വരും. ഗൗരവ് സത്യസന്ധമായി പറാത്തയുടെ പൈസ മാത്രം വാങ്ങിക്കൊണ്ടിരുന്നു. കുറച്ച് ദിവസം കൊണ്ട് ഗൗരവ് വലിയ പണക്കാരനുമായി. ഗൗരവ് എല്ലാവരോടും നടന്ന സത്യം പറഞ്ഞു. അതായത് ഒരു മുനി കാരണമാണ് ഈ അത്ഭുതങ്ങൾ നടക്കുന്നത് എന്ന്. അദ്ദേഹത്തെയാണ് ഗൗതം വെള്ളച്ചാട്ടത്തിനകത്ത് രക്ഷിച്ചത്. പിന്നെ ആ മുനി വെള്ളച്ചാട്ടത്തിനടുത്തിരുന്ന് തപസ് ചെയ്തുകൊണ്ടേയിരുന്നു. ഗൗരവിന്റെ അടുത്ത് ദീപക് എന്നാൾ പറാത്ത തള്ളുവണ്ടി വെച്ചുകൊണ്ടിരുന്നു. അദ്ദേഹവും പറാത്ത തന്നെയാണ് വിറ്റത്. അവൻ എന്ത് ചിന്തിച്ചു എന്നോ, അവനും ആ മുനിയുടെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങിച്ചാൽ ഗൗരവിനെ പോലെ പണക്കാരനാവാമെന്ന് ആഗ്രഹിച്ചു. ദീപക് ഗൗരവിനോട് സംസാരിക്കുന്ന മട്ടിൽ ആ മുനി എവിടെയുണ്ടെന്ന് അവൻ ചോദിച്ചറിഞ്ഞു. ദീപക് തോക്കുമെടുത്തുകൊണ്ട് ആ മുനിയുടെ അടുത്തേക്ക് ചെന്നു. നീ ആരാണ്? ഇവിടെ എന്ത് ചെയ്യുന്നു? വായടക്കേ, എന്റെ പേര് ദീപക്. ഞാൻ ഗൗരവിന്റെ കടയുടെ അടുത്ത് ആ കടയിട്ടിരിക്കുന്നത്. നിങ്ങൾ അവന് വരം കൊടുത്ത് വലിയ തെറ്റ് ചെയ്തു. നീ തെറ്റിദ്ധരിച്ചതാണ്. ഗൗരവ് സത്യത്തിൽ നല്ല വ്യക്തിയാണ്. ഞാൻ അവന് ഒരു വരവും കൊടുത്തിട്ടില്ല. എപ്പോഴും നന്നായിരിക്കുന്ന ഞാൻ അവനെ അനുഗ്രഹിച്ചതേ ഉള്ളൂ. കിഴവാ, എന്നോട് അധികം സംസാരിക്കണ്ട. മര്യാദയ്ക്ക് എനിക്കും അതുപോലെ ഒരു വരം താ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ തന്നെ കൊന്നുകളയും. അങ്ങനെയൊന്നും ആർക്കും അനുഗ്രഹിക്കാൻ പറ്റില്ല മോനെ. തനിക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. ദീപക് മുനിയുടെ കഴുത്തിലേക്ക് പിടിച്ചു. അവൻ അദ്ദേഹത്തിന്റെ കഴുത്ത് ഞെരിച്ച് ഇങ്ങനെ പറഞ്ഞു. വേഗം അനുഗ്രഹിച്ചോ, അല്ലെങ്കിൽ തന്റെ ജീവൻ ഞാനിങ്ങെടുക്കും. ശരി, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. അടുത്ത ദിവസം ദീപക് വളരെ സന്തോഷിച്ച് അവന്റെ ബിസിനസ്സും തുടങ്ങി. ദീപക് കസ്റ്റമേഴ്സിന്റെ പ്ലേറ്റിൽ പറാത്ത വെച്ച് കൊടുത്തപ്പോൾ ആ പ്ലേറ്റിൽ പറാത്തയ്ക്ക് മുകളിൽ പാമ്പുകൾ ഉണ്ടായിരുന്നു. ദീപക് കസ്റ്റമേഴ്സിന്റെ പ്ലേറ്റിൽ എത്ര തവണ പറാത്ത വെച്ചാലും എല്ലാ തവണയും പാമ്പുകൾ വന്നു. കസ്റ്റമേഴ്സ് ദീപകിന്റെ കയ്യിൽ നിന്ന് പറാത്ത വാങ്ങുന്നത് നിർത്തി. എല്ലാ കസ്റ്റമേഴ്സും ഗൗരവിന്റെ കയ്യിൽ നിന്ന് പറാത്ത വാങ്ങി. ഗൗരവ് കസ്റ്റമേഴ്സിന്റെ തിരക്ക് വളരെ കൂടിയെന്ന് ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് 2 വേലക്കാരെ നിർത്തിക്കൊണ്ട് ഗൗരവ് ഒരു റെസ്റ്റോറന്റ് തുറന്നു. അങ്ങനെ സത്യസന്ധത പ്രയത്നം കൊണ്ട് ബിസിനസ്സിൽ മുന്നേറി ഒരുപാട് സന്തോഷത്തോടെ ജീവിച്ചു. മോഹൻ ഗ്രാമത്തിലെ ഒരു പണക്കാരനായ കൃഷിക്കാരനായിരുന്നു. പക്ഷേ ഭാര്യയുടെ ട്രീറ്റ്മെന്റിനായി എല്ലാ നിലവും വിറ്റു. എന്നിട്ട് അദ്ദേഹം തന്റെ വീടിനകത്ത് ഒരു പൊറോട്ട കട ഓപ്പൺ ചെയ്തു. അദ്ദേഹത്തിന്റെ നല്ല ഗുണവും ടേസ്റ്റുള്ള പൊറോട്ടയും കണ്ട് ഏരിയയിലെ ജനങ്ങളൊക്കെ അവിടെ ചെന്ന് കഴിക്കാൻ തുടങ്ങി. സുമിത്ര രാജു പഠിക്കുന്ന സ്കൂളിനടുത്ത് ഒരു പിസ്സ കട തുടങ്ങി. അതിന്റെ പരസ്യം റേഡിയോ, ന്യൂസ് പേപ്പർ, പിന്നെ ഓട്ടോയിൽ പോലും ഒട്ടിച്ചു. അവർ പോസ്റ്റർ ഒട്ടി നല്ല വ്യാപാരം ചെയ്തു. ഞാൻ അവിടുത്തെ പിസ്സ കഴിച്ചു. എന്ത് രസമാണെന്നോ. ഞാനും എന്റെ അച്ഛനും കാർ പാർക്ക് ചെയ്തിട്ട് ആ പിസ്സ ഓർഡർ ചെയ്തു. എന്നിട്ട് കുറെ നേരം കാത്തിരുന്നിട്ടാ അത് കിട്ടിയത്. അങ്ങനെയോ? പിസ്സ അത്രയ്ക്കും ടേസ്റ്റ് ആണോ? സ്വാദാണോന്നോ? ഒന്ന് കഴിച്ചു നോക്കണം, അതിന്റെ രുചി അറിയണേ. എന്തിനാണ് അകത്തേക്ക് വിടാത്തത്? അത് നിന്റെ അച്ഛന്റെ ഫുട്പാത്തിലുള്ള പൊറോട്ട കടയാണെന്നാണോ വിചാരിച്ചേ? അങ്ങോട്ട് നോക്കിക്കൊണ്ട് പോകാൻ. ആ കടയ്ക്കൊക്കെ ഒരു സ്റ്റാറ്റസ് ഉണ്ട്. വലിയ വലിയ പണക്കാരൊക്കെ അവിടെ വണ്ടി നിർത്തി വാങ്ങിക്കും. അതൊക്കെ വലിയ പണക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാ, മനസ്സിലായോ? രാഖി സംസാരിക്കുന്നത് കേട്ട് എല്ലാരും ചിരിക്കാൻ തുടങ്ങി. സുമിത്രയെ പൊറോട്ടയുടെ കാര്യം പറഞ്ഞ് കളിയാക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. രാജു സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് പോയപ്പോൾ പിസ്സ കടയിലെ ആൾക്കാരെ കണ്ട് അവിടെ നിന്നു. സുമിത്ര അവനെ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അച്ഛാ അച്ഛാ, ഞങ്ങൾക്ക് പിസ്സ കഴിക്കണം. ശരി മോനെ, ഒരു ദിവസം ഞാൻ വാങ്ങിത്തരാം. ഇപ്പൊ നല്ല ചൂട് ഉരുളക്കിഴങ്ങ് പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കഴിക്കേ. എനിക്കത് വേണ്ട, എനിക്കത് വേണ്ട, എനിക്ക് പിസ്സ തന്നെ വേണം. നോക്കൂ രാജു, പിസ്സ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അത്രയും കാശ് നമ്മുടെ കയ്യിലില്ല. പിസ്സ വാങ്ങിത്തരാൻ കാശില്ല മോനെ. പക്ഷെ നിനക്ക് വാക്ക് തരാം,
എന്നെങ്കിലും ഒരു ദിവസം ഞാൻ തീർച്ചയായും വാങ്ങിത്തരാം. ഇല്ല അച്ഛാ, എനിക്ക് നാളെ തന്നെ പീസ വേണം. പീസ മാത്രം വാങ്ങിച്ചു തന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ഒന്നും കഴിക്കില്ല. രാജു, വാശി പിടിക്കല്ലേ. അത് അച്ഛൻ പറയുന്നല്ലോ, ഒരു ദിവസം തീർച്ചയായും പിസ്സ വാങ്ങി തരാമെന്ന്. ഇല്ല ചേച്ചി, നാളെ തന്നെ എനിക്ക് പീസ കഴിക്കണം. പീസ എത്ര ടേസ്റ്റ് ആയിരിക്കുമെന്ന് റാക്കി ചേട്ടൻ പറഞ്ഞതല്ലേ. എടാ രാജു, അവൻ ഡോക്ടറിന്റെ മകനാണ്. അവന്റെ കയ്യിൽ ഒരുപാട് കാശുണ്ട്. പോയി കഴിക്ക്. പൊറോട്ട കഴിച്ചിട്ട് അവർ കിടന്നുറങ്ങി. പക്ഷേ മോഹന് സങ്കടം കൊണ്ട് ഉറക്കം വന്നില്ല. അദ്ദേഹം തന്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചു. എനിക്കൊന്നും പറ്റുന്നില്ലല്ലോ, എന്റെ കുട്ടികൾ ആഗ്രഹിക്കുന്ന ചെറിയ കാര്യങ്ങൾ പോലും സാധിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അത് വിചാരിച്ച് അദ്ദേഹം കരയാൻ തുടങ്ങി. ചിന്തിച്ച് അദ്ദേഹം അങ്ങനെ ഉറങ്ങിപ്പോയി. അടുത്ത ദിവസം രാവിലെ കുട്ടികൾ സ്കൂളിലേക്ക് പോയി. അന്ന് സ്കൂളിൽ മൊത്തം പിസയെ കുറിച്ചുള്ള സംസാരമായിരുന്നു. ഫ്രണ്ട്സ്, നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. പിന്നെ നാളെ എല്ലാവർക്കും എൻ്റെ വകയായിട്ട് പിസ്സ പാർട്ടി ഉണ്ട്. നാളെ സൺഡേ ആണ്, സ്കൂളിന് ലീവാണ്. നാളെ വൈകുന്നേരം എല്ലാവരും നല്ല നല്ല ഡ്രസ് ഇട്ടുകൊണ്ട് വന്നേക്കണം, ഓക്കെ? ചേട്ടാ, ഞങ്ങളും വരട്ടെ. ഞങ്ങളെ നിങ്ങൾ വിളിച്ചതേ ഇല്ലല്ലോ. വേണ്ട, നിങ്ങളൊന്നും അങ്ങോട്ട് വരണ്ട. അവിടെ വരുന്നവരൊക്കെ വലിയ കാശുകാരാ. സ്റ്റാറ്റസ് ഉള്ളവർ വേണം അങ്ങോട്ട് വരാൻ. നിങ്ങൾ പൊറോട്ട കഴിച്ചാ മതി. വരൂ രാജു, ഇവരുടെ പിസയെക്കാളും നമ്മൾ കഴിക്കുന്ന പൊറോട്ടയ്ക്ക് ടേസ്റ്റ് അധികമാ. ആ ചെല്ല്, കഴുതയ്ക്ക് അറിയില്ലല്ലോ കർപ്പൂരത്തിന്റെ മണം എന്താണെന്ന്. സ്കൂളിന് പുറത്ത് പിസയുടെ പോസ്റ്റർ ഇല്ലേ, അത് കണ്ടോണ്ട് പൊറോട്ട കഴിക്ക്. പിസ കഴിച്ചതാണെന്ന് കരുതിക്കോളൂ. രാഖി, അങ്ങനെയൊന്നും സംസാരിക്കല്ലേ. വരൂ സുമിത്രേ, ഇവൻ എപ്പോ നോക്കിയാലും ഇങ്ങനെയാ. രാജുവിന്റെ ഫോട്ടോ കണ്ടിട്ട് പൊറോട്ട കഴിക്കുന്ന വിഷയം ആലോചിച്ച് എല്ലാവരും ചിരിച്ചു. സുമിത്രയ്ക്കും രാജുവിനും അത് ഒരുപാട് വിഷമമായി. രണ്ടുപേരും തിരിച്ചു വീട്ടിലേക്ക് എത്തി. എന്താ രാജു, മുഖമെന്താ നീ ഇങ്ങനെ വീർപ്പിച്ചിരിക്കുന്നേ? അത് അച്ഛാ, വിഷയം എന്താണെന്നാൽ നാളെ റാക്കിയുടെ പിറന്നാളാണ്. എല്ലാരെയും വരാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെ വിളിച്ചില്ല. അവിടെ വലിയ വലിയ ആൾക്കാരെ പോകാൻ പാടുള്ളൂന്ന്. ഇത്രയുള്ള കാര്യം. നാളെ നിങ്ങൾക്ക് നല്ല ചൂടുള്ള ആലു പൊറോട്ട ഞാൻ ഉണ്ടാക്കി തരാം. നമുക്ക് പാർട്ടിയായി ആഘോഷിക്കുകയും ചെയ്യാം. എനിക്ക് പൊറോട്ടയൊന്നും വേണ്ട. ഞാൻ പീസ മാത്രമേ കഴിക്കൂ. എനിക്ക് പീസ തന്നെ വേണം. മോനെ, ഞാൻ പറഞ്ഞതല്ലേ, എന്റെ കയ്യിൽ നിങ്ങൾക്ക് ഫീസ് തരാൻ പോലുള്ള കാശില്ല മക്കളെ. പിന്നെ പീസ എവിടുന്ന് വാങ്ങിത്തരാൻ പറ്റും? ഇത് പറഞ്ഞിട്ട് മോഹൻ തന്നോട് തന്നെ വിഷമിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. അദ്ദേഹത്തിന് ഒരുപാട് വിഷമമായി. രാജു, നീ അങ്ങനെ പറയാൻ പാടില്ലടാ. പീസ വേണമെന്ന് നീ വാശി പിടിക്കല്ലേ. നമ്മുടെ കയ്യിൽ കാശ് വരുമ്പോൾ നമുക്ക് തീർച്ചയായും പീസ കഴിക്കാം. ഇത്രയും ദിവസം നമ്മുടെ കയ്യിൽ കാശുണ്ടായിരുന്നോ എന്തോ. എല്ലാരും പുതിയതായി ഡ്രസ് ഇടുന്നു. പക്ഷെ നമ്മൾ രണ്ടുപേരും 2 വർഷം കൊണ്ട് ഒരേ ഡ്രസ്സായിട്ട് കൊണ്ടിരിക്കുന്നത്. നമ്മൾ എപ്പോഴും ഇങ്ങനെയാണോ? അങ്ങനെയൊന്നും ഇല്ല മോനെ. നമ്മൾ തീർച്ചയായും ഒരു ദിവസം പീസ കഴിക്കും. അന്ന് രാത്രി രാജു ആഹാരം കഴിച്ചതേ ഇല്ല. വീട്ടിൽ ആരും ആഹാരം കഴിച്ചില്ല. രാവിലെ മോഹൻ എണീറ്റ് മാർക്കറ്റിലേക്ക് പോയി. തിരിച്ചു വന്നു നോക്കി, രാജു അപ്പോഴും ഉറങ്ങുന്നുണ്ടായിരുന്നു. സുമിത്ര പറഞ്ഞു മനസ്സിലായി, അവൻ ഇപ്പോഴും കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആഹാരം പോലും കഴിച്ചില്ല എന്ന് പറഞ്ഞു. എഴുന്നേക്ക് മക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പൊറോട്ട പീസ ഉണ്ടാക്കി തരാം. വേഗം എണീക്ക്. അതെ അച്ഛാ, ഞാൻ പറഞ്ഞതല്ലേ, നിങ്ങൾ എനിക്ക് പീസ വാങ്ങി തരുന്നത് വരെ ഞാൻ വേറൊന്നും തന്നെ കഴിക്കില്ല. മോഹൻ പൊറോട്ടയിൽ ഫ്രൂട്ട്, ചീസ് പിന്നെ സാലഡ് ഇട്ട് പീസ ചെയ്തു. പക്ഷെ എത്ര പറഞ്ഞിട്ടും രാജു അത് കഴിച്ചതേ ഇല്ല. രാജുവിനെ സമാധാനിപ്പിക്കാൻ സുമിത്രയും ശ്രമിച്ചു. പക്ഷേ അവൻ സമാധാനപ്പെട്ടതേ ഇല്ല. അന്ന് വീണ്ടും അവർ പട്ടിണിയോടെ കിടന്നുറങ്ങി. പാതിരാത്രിയായപ്പോൾ രാജുവിന് വിശപ്പ് സഹിക്കാൻ പറ്റിയില്ല. അവൻ കിച്ചണിലേക്ക് പോയി അവിടെ ഇരുന്ന പൊറോട്ട പീസ കഴിച്ചു നോക്കി. അത് അവന് വളരെ ഇഷ്ടപ്പെട്ടു. അവൻ അത് രുചിച്ച് കഴിച്ചു. മോഹൻ അവൻ കഴിക്കുന്നത് മറഞ്ഞു നിന്ന് നോക്കി. രാവിലെ എണീറ്റ് മോഹൻ മാർക്കറ്റിലേക്ക് പോയി. തിരിച്ചു വന്ന് സുമിത്രയെ വിളിച്ചു. സുമിത്രേ, മോളെ സുമിത്രേ. ദാ എത്തിയച്ചാ. ഇതാ മോളെ കാശ്. സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ പിസ്സ വാങ്ങിച്ചു കൊണ്ടുവരണം. അച്ഛാ, ഏതാണ് അച്ഛാ ഈ കാശ്? അതൊക്കെ കിട്ടി മോളെ. പിന്നെ ഞാൻ ടിഫിനില് പൊറോട്ട പീസ വെച്ചിട്ടുണ്ട്. മറക്കാതെ എടുത്ത് കഴിക്കണമേ. സുമിത്ര വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോകുമ്പോൾ അപ്പോൾ അച്ഛന്റെ സൈക്കിൾ വാതിൽക്കൽ ഇല്ലായിരുന്നു. അവൾക്ക് പെട്ടെന്ന് പിടികിട്ടി. അച്ഛൻ സൈക്കിൾ വിറ്റിട്ടാണ് കാശ് നൽകിയതെന്ന്. സുമിത്രയും രാജുവും സ്കൂളിലേക്ക് എത്തി. സ്കൂളിൽ റാക്കി കൊടുത്ത പീസ പാർട്ടിയെ കുറിച്ചായിരുന്നു സംസാരം. എല്ലാവരുടെ സംസാരവും പീസ പാർട്ടിയെ കുറിച്ച് മാത്രമായിരുന്നു. ലഞ്ച് സമയത്ത് സുമിത്രയും രാജുവും പൊറോട്ട പീസ കഴിക്കുകയായിരുന്നു. അവിടേക്ക് റീറ്റ വന്നു. നിങ്ങൾ എന്ത് ഡിഷാ കഴിക്കുന്നേ? ഇതെന്റെ അച്ഛൻ ചെയ്തു തന്നതാണ്, പൊറോട്ട പീസ. അതെ, ഈ സ്പെഷ്യൽ ഡിഷ് എന്റെ അച്ഛൻ ചെയ്തതാണ്. ഇതാ, നീയും കഴിച്ചു നോക്ക്. ഇത് വളരെ ടേസ്റ്റ് ആയിട്ടുണ്ട്. വാവ്,
എത്ര ടേസ്റ്റുള്ള പൊറോട്ട പിസയാണെന്നോ. ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റ് ആയിട്ടുണ്ട്. വരൂ, ഇവിടെ നോക്കൂ, പൊറോട്ട പിസ. ഇന്നലെ പാർട്ടിയിൽ തന്ന പിസയേക്കാളും ഇത് നല്ല ടേസ്റ്റ് ആണ്. സുമിത്ര പ്ലീസ്, എനിക്കൊരു കഷ്ണം താ. ആ തരാം. ഇതാരാക്കി, നീയും ഒരു കഷ്ണം കഴിക്കേ. വാവ്, ഇതിനെന്ത് രുചിയാണ്. പൊറോട്ട പിസ ഇതുപോലെ ഒന്നും ഞാൻ എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടേയില്ല. ഗ്രാമം ഒട്ടാകെ പൊറോട്ട പിസയെ കുറിച്ചായി സംസാരം. സുമിത്ര തന്റെ അച്ഛനോട് പൊറോട്ട പിസ ചെയ്യാനായി ഐഡിയ കൊടുത്തു. ഇപ്പോൾ അവരുടെ കടയിൽ ഒരുപാട് തിരക്കായി. പിസ കടയിൽ കുറച്ചായി കസ്റ്റമർ കുറയാൻ തുടങ്ങി. പിസ കട അടച്ചു മൂടുന്ന ലെവലിലെത്തി. അപ്പോഴാണ് ഒരു ദിവസം പിസ കടയുടെ മുതലാളി, അദ്ദേഹം തന്നെ മോഹനെ കാണാനെത്തി. അല്ല മോഹൻലാൽ, നിങ്ങളുടെ പൊറോട്ട പീസയെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിരിക്കുന്നു. ഇന്ന് ഞാനത് കഴിച്ചു നോക്കി. സത്യം പറയാലോ, പറയാൻ വാക്കുകളില്ല. നിങ്ങളുടെ കൈയുണ്ടല്ലോ, ശരിക്കും പുണ്യം ചെയ്ത കൈ തന്നെയാ. വളരെ നന്ദി സാറേ. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജോലി ചെയ്താലോ? നിനക്കെന്റെ കട ഇനി ഉപയോഗിക്കാം. ഞാൻ ഫണ്ടിങ്ങും പിന്നെ മാർക്കറ്റിംഗും നോക്കിക്കോളാം. അതിൽ നിന്ന് കിട്ടുന്ന ലാഭം നമുക്ക് തുല്യമായി വീതിച്ചെടുക്കാം. മോഹന് ആ പ്രപ്പോസൽ ഇഷ്ടപ്പെട്ടു. രണ്ടുപേരും ചേർന്ന് ആ ജോലി തുടങ്ങി. അതായത് പിസയുടെ ടേസ്റ്റും പിന്നെ നല്ല മാർക്കറ്റും കൊണ്ട് അവരുടെ കട വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് സിറ്റികളിൽ ഓപ്പൺ ചെയ്തു. ഇപ്പോൾ മോഹനെ എല്ലാരും സേഠ് മോഹൻ എന്ന് വിളിക്കാൻ തുടങ്ങി. അദ്ദേഹം സിറ്റിയിൽ ഒരു വലിയ ബംഗ്ലാവ് വാങ്ങി.